മലയാള മനസ്സ് എല്ലാ അർത്ഥത്തിലും നെഞ്ചേറ്റിയാണ് മുസ്ലിം ലീഗിന്റെ കേരള യാത്ര ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഈ ജാഥയുടെ ആവശ്യവും പ്രാധാന്യവും ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കേരളം വല്ലാത്തൊരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ്. നമ്മുടെ രാഷ്ട്രീയത്തിന്റെ വീര്യം തിരിച്ചു വരുന്നു എന്നത് നമ്മുടെ രാഷ്ട്രീയത്തെ സക്രിയമാക്കും, കൂടുതൽ ആവേശകരമാക്കും. കേരള സംസ്ഥാനം എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. രാഷ്ട്രീയത്തെ എന്നും തീച്ചുളയിൽ നിർത്തിയ ഒരു സംസ്ഥാനമാണ് കേരളം. രാഷ്ട്രീയത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളും നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. രാഷ്ട്രീയത്തിന്റെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് നേതാക്കന്മാർ മൂർച്ചയുള്ള പദപ്രയോഗങ്ങൾ നടത്തിവന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്താണ് ഈ ജാഥയുടെ പ്രസക്തി? നിരവധി ജാഥകൾ ഇവിടെ സൂചിപ്പിച്ചു കേരളത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഒരു ജാഥയാണോ മുസ്ലിം ലീഗിന്റേതും എന്ന് സ്വാഭാവികമായും സാധാരണക്കാർ സംശയം ഉന്നയിച്ചേക്കാം. കുറെ ജാഥകൾ കടന്നുപോയി. നല്ല സന്ദേശങ്ങൾ ഉയർത്തുന്ന ജാഥകളുണ്ട്. കേരള രാഷ്ട്രീയത്തിന്റെ ഭൂമികയിൽ നിലയുറപ്പിക്കുന്നതിന് വേണ്ടി പെടാപ്പാടുപെടുത്തുന്ന സംഘടനകൾ നടത്തുന്ന ജാഥകളുമുണ്ട്. എല്ലാ ജാഥകളും വഴിമുടക്കിയാണ് പോകുന്നത്. ജനങ്ങൾ വിവിധങ്ങളായ താല്പര്യങ്ങളോടെയാണ്, വീക്ഷണകോണിലൂടെയാണ് ജാഥകളെ സ്വീകരിക്കുന്നത്. അക്കൂട്ടത്തിലാണോ മുസ്ലിം ലീഗിന്റെയും ജാഥ എന്ന് സ്വാഭാവികമായും സംശയിക്കാം. ഞങ്ങൾക്കുമുണ്ടായിരുന്നു. ഈ ജാഥകളുടെ ഗണത്തിലാണോ? അഭ്യന്തനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഏൽപ്പിച്ചു നൽകിയ പതാകയുമായി നമ്മുടെ പ്രിയങ്കരനായ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കേരളത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരിക. പക്ഷെ മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി തൃക്കരിപ്പൂരിൽ അന്ന് സമാപിച്ച് പിന്നെ കണ്ണൂരിൽ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും പര്യടനം നടത്തി. ഇന്നലെ കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗവും കടന്ന് ഇന്ന് വയനാട്ടിലെ ഈ വെള്ളമുണ്ടയിലേക്ക് എത്തുമ്പോ കേരളത്തിൽ നടന്ന മറ്റേതൊരു രാഷ്ട്രീയ ജാഥയേക്കാളും ജനങ്ങൾ നെഞ്ചേറ്റിയ ജാഥ മുസ്ലിം ലീഗിന്റെ കേരള യാത്രയാണ് എന്ന് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ജാഥ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ജാഥക്ക് ഈ രീതിയിലുള്ള ഒരു സ്വീകരണം ലഭിക്കുന്നത്? അതിനുള്ള ഉത്തരം ഈ ജാഥ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം, ഈ ജാഥ ഉയർത്തിപ്പിടിക്കുന്ന സംഘടന, ഈ ജാഥ ഉയർത്തിപ്പിടിക്കുന്നത് മുസ്ലിം ലീഗാണ് സംഘടന എന്ന് പറയുന്നത്. ഈ ജാഥ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്, അനിവാര്യമാണ്. എന്താണ് നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥ? എന്താണ് നമ്മുടെ സാമൂഹിക പരിതസ്ഥിതി? എന്താണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഭയാനകമായ സ്ഥിതിവിശേഷം? ഒന്നാമതായി, രാജ്യം ഭരിക്കുന്നത് സംഘപരിവാരാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജനാധിപത്യ മതേതര രാജ്യമാണ് ഇന്ത്യ. ഈ ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് ഇന്ത്യ ഒരിക്കലും ഉൾച്ചേർത്തിട്ടില്ലാത്ത, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു ഏട് പോലും തുന്നിച്ചേർത്തിട്ടില്ലാത്ത, സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 6.5 പതിറ്റാണ്ട് കാലത്ത് ഒരു അധ്യായവും രചിച്ചിട്ടില്ലാത്ത സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി നയിക്കുന്ന ഭരണകൂടമാണ് ഇന്ത്യയെ ഭരിക്കുന്നത്. വളരെ ആശങ്കയുളവാക്കുന്നതാണ്, ഭയാനകമാണ്. ആ സ്ഥിതിവിശേഷത്തെ മറികടക്കുന്നതിന്, രാജ്യത്തെ ശരിയായ അർത്ഥത്തിൽ പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയിലെ ഓരോ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും ബാധ്യതയുണ്ട്. ഞങ്ങൾ ഈ ജാതിയിൽ വിളിച്ചു പറയുന്ന ഒന്നാമത്തെ സന്ദേശം അത് തന്നെയാണ്. രണ്ടാമതായി, കേരളത്തിന്റെ ഒരു ദയനീയമായ സ്ഥിതി പുതുതായി ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. കൃത്യമായി മത ധ്രുവീകരണത്തിനുള്ള, സാമുദായിക ധ്രുവീകരണത്തിനുള്ള ചില തൽപര കക്ഷികളുടെ പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങളെ മുൻനിർത്തി ഉണ്ടാകുന്ന വിഭാഗീയ ചിന്താഗതികൾ, വിദേശ പ്രചരണങ്ങൾ, ഹേറ്റഡ് പൊളിറ്റിക്സ് പ്രബുദ്ധമായ കേരളത്തിലും
അതിന് ഇടം കണ്ടെത്തുന്നു എന്നത് പറയുന്നത് ഒരു ദയനീയമായ സ്ഥിതിയാണ്. അതിന് പല അടവുകളും പലരും പയറ്റുന്നുണ്ട്. മുസ്ലിം ലീഗിനെ മുൻനിർത്തിയായിരുന്നു വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമം. 5 വർഷം മുമ്പ് ഈ ഗവൺമെന്റിൽ മുസ്ലിം ലീഗ് വർദ്ധിത വീര്യത്തോടുകൂടെ പങ്കാളിത്തം വഹിക്കുമ്പോ മുസ്ലിം ലീഗിനെ മുൻനിർത്തിക്കൊണ്ടാണ് ലീഗിന് 5 മന്ത്രിമാർ, ലീഗിന് 20 MLA-മാർ, ലീഗാണ് സർവസ്വവും ഭരിക്കുന്നത്, ലീഗ് പേര് മാറ്റുന്നു, അബ്ദുൾ റബ്ബിന്റെ ഒരുപാട് തോന്നിവാസങ്ങൾ നടക്കുന്നു. ഈ രീതിയിലുള്ള പ്രചരണങ്ങളായിരുന്നു. പച്ചഭരണം എന്നാണ് വിശേഷിപ്പിച്ചത്. ജനങ്ങളെ വിശ്വസിച്ചിട്ടില്ല, ജനങ്ങൾ അതിനെ പിന്തുണച്ചിട്ടില്ല. പക്ഷെ മുസ്ലിം ലീഗിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ശ്രമങ്ങൾ നടന്നു. ഞങ്ങൾ അശേഷം ഭയപ്പെട്ടിട്ടില്ല. കാരണം ഇത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് എന്നത് ഇന്നലെ ഉണ്ടായ സംഘടനയല്ല. മുസ്ലിം ലീഗ് എന്നത് കഴിഞ്ഞ മാസം രൂപീകരിച്ച സംഘടനയല്ല. മുസ്ലിം ലീഗ് എന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിച്ച സംഘടനയല്ല. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് പാർട്ടിയെ മാറ്റി നിർത്തിയാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റി നിർത്തിയാൽ, ഇന്ന് ശേഷിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ഈ പച്ചപ്പതാക പിടിച്ചിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രം. മുസ്ലിം ലീഗ് ഈ നാടിന്റെ ഉൾത്തുടിപ്പ് ഉൾച്ചേർത്ത് വെച്ചിട്ടുള്ള സംഘടനയാണ്. മുസ്ലിം ലീഗ് ഈ നാടിന്റെ നാഡീ സ്പന്ദനങ്ങളിൽ വിരൽ ചേർത്ത് വെച്ച സംഘടനയാണ്. മുസ്ലിം ലീഗ് ഈ നാടിന്റെ ഉത്ഥാന പതനങ്ങളോട് ചേർന്ന് നിന്ന സംഘടനയാണ്. ഇന്ന് കാണുന്ന കേരളത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒട്ടല്ലാത്ത ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തുല്യം നിൽക്കുന്ന പങ്ക് വഹിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോ ഞങ്ങൾ അശേഷം ഭയപ്പെട്ടിട്ടില്ല. മുസ്ലിം ലീഗ് സാമുദായിക രാഷ്ട്രീയ പാർട്ടിയാണ്. സാമുദായിക രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ നാട്ടിലെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സാമുദായിക പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന് ഒരു രീതിശാസ്ത്രമുണ്ട്. ആ മുസ്ലിം ലീഗിന് ഒരു പ്രവർത്തന രീതിയുണ്ട്. മുസ്ലിം എന്ന പേരുണ്ടായത് കൊണ്ട്, പച്ച എന്ന കൊടിയുള്ളത് കൊണ്ട് ഇതിനെ മുൻനിർത്തി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചപ്പോ ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല. കാരണം അഭിവന്ദ്യനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അഭിവന്ദ്യനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അഭിവന്ദ്യനായ സിദ്ദി സാഹിബ്, അഭിവന്ദ്യനായ CH മുഹമ്മദ് കോയ സാഹിബ്, ഇവരാണ് ഇന്ന് കാണുന്ന ഈ മുസ്ലിം ലീഗിനെ വളർത്തി വലുതാക്കിയതെങ്കിൽ അവര് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു രീതിശാസ്ത്രമുണ്ട്. മുസ്ലിം ലീഗ് ഈ നാട്ടിലെ എല്ലാം കവർന്നെടുത്തു. ഈ നാട്ടിലെ എല്ലാ സമുദായ സമവാക്യങ്ങളെയും തെറ്റിച്ചു. ഈ നാടിനെ മാറ്റിമറിച്ചു. എല്ലാം മുസ്ലിമയമാക്കി എന്നല്ല പ്രചരണം. ആ പ്രചരണം നടത്തുന്നവർ എന്തു പാതകമാണ് ചെയ്യുന്നത്? കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമുണ്ട്. സാമുദായികത എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ്. സാമുദായിക യാഥാർത്ഥ്യങ്ങളെ മറ്റുള്ളവരും അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് കാണുന്ന കേരളം ഉണ്ടായത്. 1903 ഡോക്ടർ പൽപ്പു കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചപ്പോ ഈ ഭ്രാന്താലയത്തെ മാറ്റാൻ എന്തു മാർഗമെന്ന് തിരുവിതാംകൂറിൽ ജോലി ലഭിക്കാതെ വന്നപ്പോ മൈസൂരിൽ പോയി ജോലി നേടിയ പൽപ്പു എന്ന് പറയുന്ന ഈഴവ ബിരുദധാരി ഈ ഭ്രാന്താലയത്തെ എങ്ങനെ മാറ്റിയെടുക്കും? സ്വാമി വിവേകാനന്ദനുമായി സംഭാഷണം നടത്തിയപ്പോ വിവേകാനന്ദൻ പറഞ്ഞു, നിങ്ങളൊരു ആത്മീയ ഗുരുവിനെ, നിങ്ങളുടെ നാടിന്റെ ഒരു ആത്മീയ ഗുരുവിനെ മുൻനിർത്തി നിങ്ങളൊരു മുന്നേറ്റം നടത്തുക. അങ്ങനെ പൽപ്പു വന്നു അരുവിപ്പുറം പുഴയിൽ നിന്ന് ഈഴവ വിഗ്രഹമെടുത്ത് ഈ നാട്ടിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ച, കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട, കേരളം കണ്ട ഏറ്റവും മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ കാലമേറെ പൈകിപ്പോയി. ആചാര നൂലുകളെല്ലാം പഴകിപ്പോയി. കെട്ടിയിട്ട് ഒരു ദുർബലമാം ചരടിൽ ജനത നിൽക്ക മറ്റും ചട്ടങ്ങളെ എന്ന് പാടിയ മഹാകവി കുമാരനാശാൻ. ഇവരൊന്നായി ഇവരെന്തു ചേർന്നു 1903 ഈ നാട്ടിൽ SNDP പ്രസ്ഥാനം ഉണ്ടാക്കി. നവോത്ഥാനം അങ്ങനെയാണ് ആരംഭിക്കുന്നത്. 1903 SNDP പ്രസ്ഥാനം, 1905 അയ്യങ്കാളിയുടെ നേതൃത്വത്തിലുള്ള സാധുജന പരിപാലന സംഘം, 1908 നമ്പൂതിരി സമുദായത്തിന്റെ യോഗക്ഷേമ സഭ, 1910 പണ്ഡിറ്റ് കറുപ്പന്റെ വാല സമുദായ പരിഷ്കരണ സഭ, 1912 കൃഷ്ണാദി ആശാന്റെ പുല്ലയ മഹാസഭ, 1915 മന്നത്തു പത്മനാഭന്റെ NSS. ഇവരാണ് ഈ കേരളം ഉണ്ടാക്കിയത്. സാമുദായികത ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചത് ആരാണ്? ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളാണ്. നിങ്ങൾക്ക് ജാതിയല്ല പ്രശ്നം, നിങ്ങൾക്ക് സമുദായമല്ല പ്രശ്നം. നിങ്ങൾക്ക് തൊഴിൽ തരാം, നിങ്ങൾക്ക് കൂലി തരാം, നിങ്ങൾക്ക് മെച്ചപ്പെട്ട സമ്പത്ത് ഉണ്ടാക്കി തരാം.
ഇല്ലേ? നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ കൊയ്ത്തുപാട്ടിന്റെ ഈണത്തിൽ പാടി വിപ്ലവം വരും. ഭൂമിയിൽ ഒരു സമത്വ സുന്ദരമായ ലോകം വരും. പാവപ്പെട്ട അടിസ്ഥാന വർഗത്തിന്റെ കയ്യിലേക്ക് ചുവപ്പ് കൊടി കൊടുത്തു. എന്നിട്ടോ അവന്റെ മുഖ്യമായ പ്രശ്നം പരിഹരിച്ചോ? അടിസ്ഥാന പ്രശ്നം പരിഹരിച്ചോ? ജാതീയമായ ഉച്ചനീചത്വത്തിൽ നിന്ന് അവനെ മോചിപ്പിച്ചോ? ഇന്നും നിലനിൽക്കുന്ന രാജ്യത്ത് ജാതീയമായ ഉച്ചനീചത്വം. കമ്മ്യൂണിസ്റ്റുകൾ അതിനെ അഭിമുഖീകരിച്ചില്ല. കമ്മ്യൂണിസം ലോകത്ത് തകർന്നു തരിപ്പണമായി. അത് തകർന്നു തരിപ്പണമായപ്പോ അതിന്റെ ആശയം പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ല. സ്വത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത്, സ്വത്വബോധം എന്ന് പറയുന്നത്, സാമുദായികത എന്ന് പറയുന്നത് ഈ നാടിൻ്റെതാണ്. അത് തിരിച്ചു വന്നു. അത് തിരിച്ചു വന്നപ്പോ അത് നേർദിശയിലേക്ക് കൊണ്ടുപോകണം. അത് നേർദിശയിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ ഒരുമിച്ചല്ലേ ഇന്ന് കാണുന്ന ഈ കേരളത്തെ ഉണ്ടാക്കിയത്? നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് കാണുന്ന ഈ കേരളത്തെ ഉണ്ടാക്കിയത്. നേരത്തെ പറഞ്ഞ നവോത്ഥാന സംരംഭങ്ങൾ എല്ലാവരും സംഘടിച്ചു. ഞങ്ങളും സംഘടിച്ചു. ഞങ്ങൾ സംഘടിച്ചതോടൊപ്പം ദീർഘവീക്ഷണത്തോടെ സംഘടിച്ചു. അതാണ് ശരി. ദീർഘവീക്ഷണത്തോടെ സംഘടിച്ചു. ഞങ്ങൾ ഈ നാടിന്റെ ജനാധിപത്യത്തെ സ്വീകരിച്ചു. ഞങ്ങൾ ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഞങ്ങൾ ഈ നാട്ടിൽ ജനപ്രതിനിധികളെ ഉണ്ടാക്കി. അങ്ങനെ രാഷ്ട്രീയമായി പുരോഗമിച്ചു. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു മൊബിലിറ്റി ഉണ്ട്, ചലനാത്മകതയുണ്ട്. നിഷേധിക്കുന്നില്ല. അവർക്ക് സാമ്പത്തികമായ ഒരു മൊബിലിറ്റി ഉണ്ട്. ഗൾഫ് പ്രവാസം കൊണ്ടുണ്ടായതാണ്. അവർക്ക് വിദ്യാഭ്യാസപരമായ ഒരു മൊബിലിറ്റി ഉണ്ട്. അതാണോ അസഹിഷ്ണുതയ്ക്ക് കാരണം? ആരാന്റെ വെള്ളംകൂരികളും വിറകുവെട്ടുകളുമായി കഴിഞ്ഞിരുന്ന ഒരു സമൂഹം താടി നീട്ടിയും തലമുണ്ടനം ചെയ്തും മുട്ടിനു മീതെ മുണ്ടെടുത്തുമുള്ള ഭീകരജീവിയായി മഹാകവി കുമാരനാശാൻ തന്റെ ദുരവസ്ഥ എന്ന കവിതയിൽ എഴുതിയ മലബാറിലെ മാപ്പിള. ആ മാപ്പിളയുടെ ഇന്നത്തെ സ്ഥിതി ഒട്ടും മോശമല്ല. ഡൽഹിയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മുസ്ലിം കുട്ടികളാണ്. യൂറോപ്പിൽ, ലണ്ടനിൽ കേരളത്തിൽ നിന്ന് പഠിക്കുന്ന ഏറ്റവും കുട്ടികൾ മലബാറിൽ നിന്നുള്ളവരാണ്. മാട്രിമോണിയൽ കോളേജിൽ ചെറുപ്പക്കാർക്ക് വിവാഹ പരസ്യം നൽകിയാൽ ആ പരസ്യത്തിൽ കാണുന്നത്, വിവാഹ പരസ്യം പരിധി നോക്കിയാൽ കാണുന്നത് ബിടെക് ബിരുദധാരികളായ മാപ്പിള പെൺകുട്ടികളെയാണ്. ഇങ്ങനെ എഴുത്തു പഠിക്കുന്നത് ഹറാമായി കരുതിയിരുന്ന ഒരു കാലത്ത് നിന്ന് മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി ഇவ்விதം വളർത്തി വലുതാക്കി CHന്റെ ഈ സംഘടന. ഒരു മൊബിലിറ്റി ഉണ്ട്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ തെറ്റ് തിരുത്തുന്നത് ചെമ്മാട് ദാറുൽ ഹുദയിലെ മാപ്പിളപ്പയ്യനാണ്. ഒരു മൊബിലിറ്റി ഉണ്ട്. ഇതാണോ അസഹിഷ്ണുത? സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ ഈ കേരളത്തെ ഉണ്ടാക്കിയത്? മുസ്ലിങ്ങൾ ഒരു പടി മുന്നിലേക്ക് ഉയർന്നെങ്കിൽ ആരുടെയും അവകാശം കവർന്നിട്ടില്ലല്ലോ. ഒരു അണുമണി തൂക്കം എടുത്തിട്ടില്ലല്ലോ. പരിശോധിക്കേ, ഉണ്ടെങ്കിൽ പറയ്. അങ്ങനെ ഇല്ല. എന്നാൽ മറ്റുള്ളവരുടെ പുരോഗതിക്ക് വേണ്ടി ഒപ്പം നിന്നവരാണ് ഈ മുസ്ലിം ലീഗ് സംഘടന. നിങ്ങൾക്കറിയുമോ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നാട്ടിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പിന്നോക്ക പ്രാതിനിധ്യം സർക്കാർ സർവീസിൽ പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച കമ്മീഷനാണ്. ആ കമ്മീഷൻ അനുസരിച്ച് 7500 മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ട തസ്തിക. ആ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് 5 തസ്തികയാണ് ഈ നാട്ടിലെ പിന്നോക്ക ജനവിഭാഗമായ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച SNDP പ്രതിനിധീകരിക്കുന്ന ഈഴവ സമുദായത്തിന് നഷ്ടപ്പെട്ടത്. 5 മുസ്ലിങ്ങൾക്ക് 7500. എന്തുകൊണ്ട്? നാട്ടിലൊരു നിയമന രീതിയുണ്ട്. 1ാമത് മെറിറ്റ്, 2ാമത് സംവരണം, 3ാമത് മെറിറ്റ്, 4ാമത് സംവരണം, 5ാമത് മെറിറ്റ്, 6ാമത് സംവരണം. 1ാമത് മെറിറ്റ്, 2ാമത് പട്ടികജാതി പട്ടികവർഗം, 3ാമത് മെറിറ്റ്, 4ാമത് ഈഴവ ജനവിഭാഗം, 5ാമത് മെറിറ്റ്, 6ാമത് മുസ്ലിങ്ങൾ. പലപ്പോഴും 5 നിയമനങ്ങൾ നടക്കുമ്പോ 6ാമത് നിയമിക്കപ്പെടുന്നവർ അംഗീകരിക്കപ്പെടാതെ പോകുന്നു. പലപ്പോഴും 5ന്റെ ഗുണിതങ്ങളായി നിയമനങ്ങൾ അംഗീകരിക്കുമ്പോ മുസ്ലിങ്ങൾ തഴയപ്പെടുന്നു. ഞങ്ങൾ സന്തോഷിച്ചില്ലേ? ഇന്നേ വരെ പറഞ്ഞിട്ടില്ലല്ലോ ഈ റൊട്ടേഷൻ സംവിധാനം മാറ്റണമെന്ന്. ഇന്നേ വരെ പറഞ്ഞിട്ടില്ലല്ലോ ഇത് മാറ്റിമറിക്കണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ നാട്ടിലെ ഈഴവ ജനവിഭാഗങ്ങൾക്ക് അവർക്കൊരു അവസരം ഉണ്ടാകരുത്, അവർക്കൊരു അനിഷ്ടം ഉണ്ടാകരുത്, അവർക്കൊരു പ്രയാസം ഉണ്ടാകരുത്. നമ്മൾ ഒരുമിച്ചല്ലേ ഇന്ന് കാണുന്ന ഈ കേരളത്തെ ഉണ്ടാക്കിയത്? ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തല്ലോ. ആർ ശങ്കർ RSS കാരൻ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് പറയിപ്പിച്ചല്ലോ വെള്ളാപ്പള്ളി നടേശൻ. ആർ ശങ്കറെ അറിയുമോ? ആർ ശങ്കർ SNDPയുടെ പ്രസിഡന്റാണ്. ആർ ശങ്കർ കോൺഗ്രസിന്റെ നേതാവാണ്. ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത്? ആർ ശങ്കർ ആറ്റിങ്ങലിൽ പരാജയപ്പെട്ടിട്ടുണ്ട് തെക്കൻ കേരളത്തിൽ. ആർ ശങ്കർ ചിറയൻകീഴിൽ പരാജയപ്പെട്ടിട്ടുണ്ട് തെക്കൻ കേരളത്തിൽ.
പക്ഷെ ആർ ശങ്കർ പരാജയപ്പെടേണ്ട ആളല്ല. ആർ ശങ്കർ ഈഴവനാണ്. ആർ ശങ്കർ SNDP കാരനാണ്. ആർ ശങ്കർ കോൺഗ്രസിന്റെ നേതാവാണ്. ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം. കോൺഗ്രസിലെ പ്രശ്നം, SNDPയിലെ പ്രശ്നം, തെക്കൻ കേരളത്തിൽ സുരക്ഷിതമായ മണ്ഡലം ആർ ശങ്കർ ഇല്ലാതെ വന്നപ്പോ ആർ ശങ്കറിനെ കൊണ്ടുപോയി കണ്ണൂരിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിരുത്തിയത് മുസ്ലിം ലീഗിന്റെ അഭിനന്ദനായ നേതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ്. നമ്മൾ ഒരുമിച്ചല്ലേ ഇന്ന് കാണുന്ന ഈ കേരളത്തെ ഉണ്ടാക്കിയത്? അന്ന് ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് പോലും ചിത്തം പതറാതെ നിന്ന കണ്ണൂരിലെ അറക്കൽ കൊട്ടാരത്തിലെ ബീവിമാർ ബാഫഖി തങ്ങളുടെ ആഹ്വാനമനുസരിച്ച് അറക്കൽ തറവാട്ടിൽ നിന്ന് വന്ന് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടാണ് ആർ ശങ്കർ മുഖ്യമന്ത്രിയായത്. നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കിയത്. കണക്കുകൾ എടുക്കണം. മുസ്ലിങ്ങൾ കൂടുതൽ എടുത്തിട്ടുണ്ടോ? CHU പഠിപ്പിച്ചൊരു രീതിശാസ്ത്രമുണ്ട്. ഒരു തല നാരിഴ അധികം വേണ്ട, ഒരു മുടിനാരിഴ വിട്ടുകൊടുക്കില്ല. കണക്കുകൾ എടുത്തോ. ഒരു തരിമ്പ് കൂടുതലുണ്ടെങ്കിൽ ഏത് തമ്പുരാന്റെ കാൽ കീഴിലും കൊണ്ടുപോയി വെക്കും മുസ്ലിം ലീഗ് ഈ അവകാശങ്ങൾ. ഒരു തരിമ്പ് കൂടുതലുണ്ടെങ്കിൽ ഈ സമുദായത്തിന്. പക്ഷേ ഒരു അണു കിട്ടാനുണ്ടെങ്കിൽ, ഒരു അണു ശേഷിക്കുന്നുണ്ടെങ്കിൽ, ഏത് കോട്ടക്കത്തളം തകർത്തിട്ടായാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് പിടിച്ചു വാങ്ങിയിരിക്കും. അതാണ് മുസ്ലിം ലീഗിന്റെ സാമുദായിക രാഷ്ട്രീയം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് അംഗീകരിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയൂ. നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ ഇത് അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഈ സാമുദായിക യാഥാർത്ഥ്യങ്ങളെ അവർ അംഗീകരിച്ചിട്ടില്ല. വലിയ പ്രചാരണമാണല്ലോ നാട്ടിൽ നടക്കുന്നത്. കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിന് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ നേരത്തെ അഭിമാനിക്കുന്ന ഒരു പ്രബുദ്ധ സംസ്കാരം. ഇന്ത്യക്ക് എന്നും മാതൃകയാണ് ഈ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം. നമ്മൾ മാതൃകയായി നിലനിന്നുകൊണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് കോൺഗ്രസിന്റെ മാത്രം സംഭാവന എന്ന് അവകാശപ്പെടാൻ കോൺഗ്രസിന് കഴിയില്ല. അത് മുസ്ലിം ലീഗിന്റെ മാത്രം ഒരു മികവാണെന്ന് മുസ്ലിം ലീഗുകാരനും അവകാശപ്പെടുന്നില്ല. അങ്ങനെ ഒരു കേരളം ഇന്ത്യക്ക് അഭിമാനകരമായി ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒട്ടും കുറവല്ലാത്ത, ഏറ്റവും ഒരുപക്ഷെ മികച്ചതെന്ന് പറയാവുന്ന സംഭാവനകൾ നൽകിയ പാർട്ടികളാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. അവരെവിടെ? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മൾ അത് പരിശോധിക്കണ്ടേ? എന്താണ് കേരള രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ ഇന്ന് ഇത്രമാത്രം പിന്നാമ്പുറ കുതന്ത്രങ്ങളുടെ വിളനിലമാക്കി മാറ്റുന്നത് ആരുടെ പ്രേരണയാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ? ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നത്, അല്ലേ? ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ കേരളത്തിലായിരുന്നു. 1917 സഖാവ് ലെനിന്റെ നേതൃത്വത്തിൽ സോവിയറ്റ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നത്. 1917 വിപ്ലവം നടന്ന് നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേരളത്തിൽ ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വരുന്നത്. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഈ കേരളത്തിലേക്കായിരുന്നു. CIA ചാരന്മാരെ കോൺഗ്രസ് കേരളത്തിലേക്ക് ഇറക്കി. അങ്ങനെയാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ പ്രചരിപ്പിച്ചിരുന്നത്. അത്രമാത്രം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഈ കേരളത്തിലേക്ക് വരാനുള്ള കാരണം ബാലറ്റിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. അതായത് അടിസ്ഥാനപരമായി ജനാധിപത്യത്തിന് വിരുദ്ധമാണ് കമ്മ്യൂണിസ്റ്റ് ആശയം. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യത്തെ സ്വീകരിച്ചുകൊണ്ടേ കഴിയൂ എന്ന അന്നത്തെ നേതാക്കന്മാരുടെ വിലയിരുത്തലിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായി സഖാവ് EMS നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വന്നു. കേരളത്തിൽ ചെറുതല്ല, ഇന്ത്യയിൽ ആദ്യമാണ്, ലോകത്താദ്യമാണ്, ഇന്ത്യക്ക് മാതൃകയാണ്. അത് മാതൃകയാണ്. എന്നാലോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരം ജനാധിപത്യത്തിലൂടെ കിട്ടിയപ്പോ സ്റ്റാലിന്റെ റഷ്യയിൽ എങ്ങനെ ലോകത്തെ വിവിധ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അടിച്ചേൽപ്പിക്കുന്നു എന്ന രീതിയിൽ ഈ കേരളത്തിലും ഒരു അടിച്ചേൽപ്പിക്കൽ ഭരണം നടത്തി. സെൽ ഭരണം പഴമക്കാർക്കറിയാം, ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കറിയാം. കമ്മ്യൂണിസ്റ്റ് സെൽ ഭരണമാണ് 1957 നടന്നത്. അതിനെതിരെ വിമോചന സമരമുണ്ടായി. കേരളം മാതൃകയാണ്. വിമോചന സമരം പിന്തിരിപ്പൻ സമരമാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക്.
പക്ഷെ വിമോചന സമരം ജനാധിപത്യ വിശ്വാസികൾക്ക് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മഹത്തായ സംരക്ഷണമാണ് അത് നടത്തിയത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, PSPയുടെ നേതൃത്വത്തിൽ, പിന്നെയോ ഈ പച്ചപ്പതാകയുമായി നമ്മളൊക്കെ ഇന്ന് അഭിമാനം കൊള്ളുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ചെറുതല്ല. ഇത് രണ്ടും കേരളത്തിലാണ് നടന്നത്. മൂന്നാമത്തേത് 40 വർഷമാണ് ഇന്ത്യയിൽ ഏകകക്ഷി ഭരണമുണ്ടായത്. എന്നാൽ 57-ൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നു, 59-ൽ തിരഞ്ഞെടുപ്പ് നടന്നു. അതിനുശേഷം പിന്നീട് ഈ കേരളം കണ്ടത് കൂട്ടുകക്ഷി ഭരണത്തിലേക്ക് ഈ സംസ്ഥാനം നടക്കുന്നതാണ്. 40 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ കൂട്ടുകക്ഷി ഭരണം പരീക്ഷിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളം മാതൃകയാണ്. കോൺഗ്രസിന്റെ സംഭാവനയുണ്ട്, മുസ്ലിം ലീഗിന്റെ സംഭാവനയുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുടെയും സംഭാവനയുണ്ട്. പക്ഷെ ആ കമ്മ്യൂണിസ്റ്റുകൾ എവിടെ? എന്തുകൊണ്ട് ഫലപ്രദമായ ഒരു മുന്നേറ്റം നടത്താൻ അവർക്ക് കഴിയുന്നില്ല? നിങ്ങളൊന്ന് പരിശോധിക്കണം. 2006-ൽ തുടങ്ങിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ പരാജയം. 2006-ൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു ഇഞ്ച് മുൻതൂക്കം കിട്ടിയതിന്റെ അഹങ്കാരമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ കുതന്ത്രങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അവർ ഉണ്ടാക്കുന്നത്. 2 മാസം കഴിഞ്ഞാൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രബുദ്ധമായ മലയാളികളെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഭരണം നേടുന്നതിനുള്ള കുതന്ത്രങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. എന്നാൽ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പുറകിലേക്ക് കാര്യങ്ങൾ നമ്മൾ കണ്ണോടിക്കണ്ടേ? 2006-ൽ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് UDF ആണ്. അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UDF ആണ്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. അതിനുശേഷം നടന്ന പിറവം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. പിന്നീട് നടന്ന നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ വിജയക്കൊടി പാറിപ്പിച്ചത് UDF ആണ്. പിന്നീട് നടന്ന അരുവിക്കര തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഇടയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയില്ല. UDF ഭരിക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം സീറ്റുകളും ഐക്യജനാധിപത്യ മുന്നണിക്കാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇപ്പൊ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ 7 അങ്ങനെയാണ്. മുനിസിപ്പാലിറ്റികളിൽ ഒപ്പത്തിനൊപ്പം ചില ചില്ലറ വീഴ്ചകൾ, ചില നൈമിഷികമായ വികാരങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ ആളിക്കത്തിച്ചു. ജനങ്ങളിൽ ചിലർ കമ്മ്യൂണിസ്റ്റുകളിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയപ്പോൾ വിശ്വാസം അർപ്പിച്ചു. അതിന്റെ ഒരു ചെറിയ നേട്ടം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടാക്കിയ ചെറിയ ഒരു നേട്ടം. അതുകൊണ്ട് ഇനിയും വിജയിക്കുമെന്നാണോ കരുതുന്നത്? കഴിയില്ല. കമ്മ്യൂണിസം തകരുക എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച സത്യമാണ്. ഡിവൈഎഫ്ഐക്കാരാ, നിങ്ങൾ ചെറുപ്പക്കാരെ എന്തിന്റെ പേരിലാണ് സംഘടിപ്പിക്കുന്നത്? SFIക്കാരാ, നിങ്ങൾ ഇന്ന് മുഖത്തടിച്ചില്ലേ? കണ്ടോ നിങ്ങൾ ടെലിവിഷനിൽ? കേരളത്തിന്റെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൽ അംഗമായ ഇന്ത്യയുടെ അംബാസഡർ ആയിരുന്ന TP ശ്രീനിവാസന്റെ മുഖത്തേക്കാണ് SFIയുടെ കുട്ടികൾ കരണത്തടിച്ചു വീഴ്ത്തിയത്. ഇന്ന് അകാരണമായി SFIക്ക് മാപ്പ് ചോദിക്കേണ്ടി വന്നു. പിണറായി വിജയൻ ഇപ്പോഴും മിണ്ടിയിട്ടില്ല. പിണറായി വിജയൻ പറയുന്നത് അതിന് ഒത്താശ ചെയ്ത് ഈ TP ശ്രീനിവാസൻ അംബാസഡറാണ്, വിദ്യാഭ്യാസ വിചക്ഷണല്ല എന്നതാണ്. അതിലേക്ക് പോകേണ്ട. ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. നിങ്ങൾ കാണുന്നില്ലേ മുസ്ലിം ലീഗിന്റെ സ്വീകരണ സമ്മേളനം? നിങ്ങൾ കാണുന്നില്ലേ 500 മീറ്റർ അപ്പുറത്ത് നമ്മുടെ യൂത്ത് ലീഗിന്റെ ഭടന്മാർ തൊപ്പിധരിച്ച് ശുഭ്രവസ്ത്രധാരികളായി നിൽക്കുന്നത്? നമ്മൾ ഒരുമിച്ച് നടന്നു. എന്തുകൊണ്ട് ഈ ആൾക്കൂട്ടം? എന്തുകൊണ്ട് അപ്പുറത്ത് ആൾക്കൂട്ടമില്ല? എന്തുകൊണ്ട് സ്വരാജിനെ ശാസിക്കേണ്ടി വന്നു പിണറായി വിജയന്? ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ലീഗിന്റെ ജാഥകൾ വിജയിക്കുന്നു? എന്തുകൊണ്ട് ലീഗിന്റെ ജാഥകളിൽ വിദ്യാർത്ഥികൾ വർദ്ധിക്കുന്നു? എന്തുകൊണ്ട് ലീഗിന്റെ ജാഥകളിൽ യുവജനങ്ങൾ വർദ്ധിക്കുന്നു? ലളിതമാണ് ഉത്തരം. MSF എന്നത്, യൂത്ത് ലീഗ് എന്നത് ഏതെങ്കിലും ഒരു മൂരാച്ചി വിപ്ലവ സംഘടനയുടെ യുവജന വിദ്യാർത്ഥി സംഘടനയല്ല. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി യുവജന വിഭാഗമാണ്. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്കാരാ, നിങ്ങൾ ചെറുപ്പക്കാരെ എങ്ങനെയാണ് ആശയപരമായി പ്രചോദിപ്പിക്കുന്നത്? ഏത് വിപ്ലവത്തിന്റെ ഭൂമിയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്? എവിടേക്കാണ് നിങ്ങൾ ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നത്? അടിക്കടി പരാജയം. കമ്മ്യൂണിസം തകരുക എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച സത്യമാണ്. ഉൽപാദന ബന്ധങ്ങളിൽ മാറ്റമുണ്ടായി. തൊഴിലാളി മുതലാളി വർഗത്തിന്റെ അന്തരമുണ്ടായി. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗമായി. പെട്രോളിയം എക്കോണമി വന്നു.
ജനങ്ങളുടെ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റത്തിനനുസരിച്ച് തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവം സ്വപ്നം കണ്ട കമ്മ്യൂണിസ്റ്റ് ആദർശം തകർന്നു തരിപ്പണമായി. പിന്നെ ഇവർക്ക് ഇപ്പോഴെന്ത് പ്രസക്തി? ഒരു കാര്യം തീർച്ചയാണ്, എന്ത് കുതന്ത്രങ്ങൾ പയറ്റിയാലും. ഇന്ന് വന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഒളിയമ്പുകൾ ചെയ്തുകൊണ്ട് ഇന്നലെ വിജിലൻസ് കോടതിയിൽ നിന്നും ഒരു വിധി സമ്പാദിച്ച് ആഘോഷമാക്കി മാറ്റിയ CPM-ഉം അതിന്റെ യുവജന സംഘടനയും. ഇന്ന് വന്നു ഹൈക്കോടതിയുടെ വിധി. ആ വിജിലൻസ് കോടതി പുറപ്പെടുവിച്ച ആ വിധിയെ തീർത്തും തള്ളിക്കൊണ്ട് ആ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെ പോലും നിയമവിധേയമായി പരിശോധിക്കണമെന്നുള്ള പരാമർശവുമായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. എവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് തിരിച്ചറിയണം. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോ നിങ്ങളെ ബിജു രാധാകൃഷ്ണനെ കൊണ്ടുവന്നു, കോടതിയിൽ പറയിപ്പിച്ചു, കോയമ്പത്തൂർ വരെ കൊണ്ടുപോയി മാധ്യമപ്പടയെ അഗ്നിശുദ്ധി വരുത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രി അഭിസാരികയായ അബദ്ധസഞ്ചാരിയായ ഒരു തെരുവ് വേശ്യയെ കൊണ്ട് നിങ്ങൾ വീണ്ടും മൊഴി കൊടിപ്പിച്ചിട്ടുണ്ട്. അഗ്നിശുദ്ധി വരും, പക്ഷെ തകർക്കുക, നഷ്ടമുണ്ടാക്കുക, പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഇന്നും നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഭരണത്തിന് വേണ്ടി മാത്രം പാവപ്പെട്ടവന്റെ കയ്യിൽ ഈ ചുവപ്പ് കൊടി കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ പ്രപഞ്ച സത്യം ആവർത്തിക്കും. 2006 UDF വിജയിച്ചപ്പോ, ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF വിജയിച്ചപ്പോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചപ്പോ, നെയ്യാറ്റിങ്കരയിൽ UDF വിജയിച്ചപ്പോ, അരുവിക്കരയിലും പിറവത്തും UDF വിജയിച്ചപ്പോ സൂര്യൻ കിഴക്കാണ് ഉദിച്ചത്, പടിഞ്ഞാറാണ് അസ്തമിച്ചത്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും സൂര്യൻ കിഴക്കുദിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും. പക്ഷേ ആ അസ്തമയ സൂര്യന്റെ ഒപ്പം ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ചുകപ്പൻ പിന്തിരിപ്പൻ വിപ്ലവക്കൊടി അറബിക്കടലിന്റെ ഓരങ്ങളിലേക്ക് എന്നേക്കുമായി വലിച്ചെറിയുന്ന മുഹൂർത്തമാണ് വരാൻ പോകുന്നത്. ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഉൾക്കൊള്ളാതെ പോകാൻ കഴിയില്ല ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റുകൾ? രാജ്യം എന്ന് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അടിസ്ഥാന വർഗത്തിന്റെ, പാവപ്പെട്ടവന്റെ, തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റുകൾ ഒരു കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിരിക്കുമ്പോ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ സഖാവ് AKG. കോൺഗ്രസ് തകർന്നു എന്നല്ലേ വ്യാപകമായ പ്രചരണം. എന്നിട്ടോ നിങ്ങൾ ഇന്ത്യ പിടിച്ചടക്കുകയോ, നിങ്ങൾ ഇന്ത്യയുടെ ഭരണത്തിലെത്തിയോ, നിങ്ങൾ ഇന്ത്യയിൽ ഒരു ക്യാബിനറ്റ് പോട്ടെ ഒരു സഹമന്ത്രി പദം വഹിച്ചിട്ടുണ്ടോ? എന്താ സ്ഥിതി? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ഈ നാട്ടിലെ DYFIക്കാരോടും ഇടതുപക്ഷത്തുകാരോടും ചോദിക്കുന്നത്. രാജ്യം ബീഭത്സമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ നിങ്ങൾക്ക് ചില നയങ്ങളുണ്ട്, തത്വങ്ങളുണ്ട്. ആരാണ് നിങ്ങളുടെ മുഖ്യ ശത്രു? അങ്ങനെ ഒരു ശ്രമമുണ്ടല്ലോ. എല്ലാ കാലത്തും നിങ്ങൾക്കൊരു പതിവുണ്ട്. തെരഞ്ഞെടുപ്പിൽ ആർക്കും മനസ്സിലാകാത്ത ചില ഭാഷ മുഖ്യ ശത്രുവിനെ നിങ്ങൾ പ്രഖ്യാപിക്കും. 1989 നിങ്ങളുടെ മുഖ്യ ശത്രു BJP ആണ്, അല്ല കോൺഗ്രസ് ആണ്, അല്ലെ? 1989 കോൺഗ്രസ് ആണ്. നവ ഉദാരവൽക്കരണ നയത്തിനെതിരെ, ആഗോളവൽക്കരണത്തിനെതിരെ, കോൺഗ്രസിൽ നിന്നിന്റെ കരാളുഹസ്തത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ നിങ്ങളുടെ മുഖ്യ ശത്രുവായി കോൺഗ്രസിനെ പ്രഖ്യാപിച്ചു. എന്നിട്ടോ അന്ന് VP സിംഗ് എന്ന വിശ്വനാഥ് പ്രതാപ് സിംഗുമായി ലാൽകൃഷ്ണ അദ്വാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടും അത്താഴ വിരുന്നുകൾ നടത്തി, ഛായ സൽക്കാരങ്ങൾ നടത്തി, മുന്നണി ഉണ്ടാക്കി മത്സരിച്ചു. 2 സീറ്റ് ഉണ്ടായിരുന്ന BJP 88 സീറ്റിലേക്കായി. പിന്നെ നിങ്ങളുടെ ശത്രുക്കൾ രണ്ടായി. മുഖ്യ ശത്രുക്കൾ കോൺഗ്രസ് BJP, ഇല്ലേ? കോൺഗ്രസ് BJP പാർട്ടി രേഖകൾ ഉണ്ടാക്കുന്ന, ബദൽ രേഖയുണ്ടാക്കുന്ന, അടവ് നയങ്ങൾ നടത്തുന്ന, താത്വിക വിശകലനം നടത്തുന്ന, പാർട്ടി പ്ലീനം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. നിങ്ങൾ പറയണം, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണം, ആരാണ് നിന്റെ മുഖ്യ ശത്രു, ആരാണ് നിന്റെ മുഖ്യ ശത്രു എന്ന് പ്രഖ്യാപിക്കേണ്ട വളരെ നിർണായകമായ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ആര്? വെറുതെ പ്രതിക്രിയാവാദികളും വിഘടനവാദികളും പ്രഥമ ദൃഷ്ടി അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് ആർക്കും മനസ്സിലാകാത്ത ഭാഷ സംസാരിച്ചത് കൊണ്ടായില്ല. ആരാണ് മുഖ്യ ശത്രു? മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മുസ്ലിമിനെ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അതിനിഷ്ഠൂരമായി തല്ലി തകർക്കുമ്പോ
തല്ലിക്കൊല്ലുമ്പോ CPM-കാരാ നിന്റെ രാഷ്ട്രീയത്തിലെ മുഖ്യ ശത്രു ആര്? കശ്മീരിൽ ആടുമാടുകളെ കച്ചവടം ചെയ്ത പാവപ്പെട്ട ഒരു മുസ്ലിമിനെ ക്രൂരമായി തല്ലിക്കൊല്ലുമ്പോ CPM-കാരാ നിന്റെ മുഖ്യ ശത്രു ആര്? ഈ നാട്ടിലെ ദലിത് മക്കളെ ജീവനോടെ ചുട്ടുകൊല്ലുമ്പോ CPM-കാരാ നിന്റെ മുഖ്യ ശത്രു ആര്? രോഹിത് വെമുല എന്ന് പറയുന്ന വിദ്യാർത്ഥി ഹൈദരാബാദിൽ ആത്മഹത്യ ചെയ്തു. സമരമാണ്, പ്രക്ഷോഭമാണ്. രാജീവ് ഗോസ്വാമിയെ ഓർക്കുന്നില്ലേ? മണ്ഡൽ കമ്മീഷൻ സംവരണ പ്രക്ഷോഭ കാലത്ത് സവർണ വികാരം ആളിക്കത്തിക്കാൻ ലാൽകൃഷ്ണ അദ്വാനിയുടെയൊക്കെ പ്രേരണയാൽ ആത്മഹത്യ ശ്രമം നടത്തിയ സവർണനായ രാജീവ് ഗോസ്വാമി, ആ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നാണ് RSS അതിന്റെ പടക്കോപ്പുകൾ പയറ്റി തെളിഞ്ഞത്. തിരിച്ചടിക്കുകയാണ് കാലം. രോഹിത് വെമുല ആത്മഹത്യ ചെയ്തു. കാൾ സാഗനെ പോലെ ഒരു ശാസ്ത്രകാരൻ ആകാൻ ആഗ്രഹിച്ച കാൾ സാഗൻ എഴുത്തുകാരനാണ്, ശാസ്ത്രകാരനാണ്. എനിക്കും ഒരു സയന്റിസ്റ്റ് ആകണം, എനിക്കും ഒരു എഴുത്തുകാരനാകണം. സൂയിസൈഡ് നോട്ട് വായിച്ചില്ലേ നമ്മൾ പത്രത്തിൽ? നമ്മൾ വായിച്ചില്ലേ? എന്റെ ജന്മമാണ് എന്റെ ഏറ്റവും വലിയ അപകടം. ജനാധിപത്യ ഇന്ത്യയിലാണ്, മതേതര ഇന്ത്യയിലാണ്, ആധുനിക ഇന്ത്യയിലാണ് ഒരു മനുഷ്യന്, ഒരു വിദ്യാർത്ഥിക്ക്, ഒരു യുവാവിന്, ഒരു ദലിത് വിദ്യാർത്ഥിക്ക് ഇவ்விதം പറയേണ്ടി വന്നത്. എന്തുകൊണ്ട്? ABVP-യുമായി ഒരു സംഘടന ഉണ്ടായപ്പോ ആ ക്യാമ്പസിൽ മുസഫർ നഗർ കലാപത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി കാണിച്ചതിന്റെ പേരിൽ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രവർത്തകനായ രോഹിത് വെമുലയെയും 5 വിദ്യാർത്ഥികളെയും പുറത്താക്കുന്നതിന് ബന്ദാരു ദത്താത്രേയ എന്ന് പറയുന്ന കേന്ദ്ര തൊഴിൽ മന്ത്രി മനുസ്മൃതി ഇറാനിക്ക് കത്തെഴുതിയപ്പോ 5 കത്തുകളാണ്. അടിക്കടി സീരിയൽ നടി മാത്രമായ സ്മൃതി ഇറാനി ഹൈദരാബാദിലെ VC-ക്ക് എഴുതിയത്. ആരാണ് സ്മൃതി ഇറാനി? എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത്? ഐത്തജാതിക്കാരൻ അക്ഷരം പഠിച്ചാൽ അവന്റെ കാതുകളിൽ ഈയം ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്ന മനുസ്മൃതിയുടെ നാട്ടിലേക്കോ, സതി ആചരിക്കുന്ന നാട്ടിലേക്കോ, ജാതി സവർണ മേധാവിത്വത്തിന്റെ ഉച്ചനീചങ്ങൾ പറയുന്ന മനുസ്മൃതിയാണോ സ്മൃതി ഇറാനി പുനഃസ്ഥാപിക്കുന്നത്? 2011 സ്മൃതി ഇറാനി BJP-യിൽ ചേരുന്നത്. അന്ന് സോണി സാബ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു വാർത്താ ചാനൽ അവരുമായി നടത്തിയ അഭിമുഖമുണ്ട്. വളരെ സിമ്പിളാണ്. അതിൽ ചോദിക്കുന്നു, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 2011 സ്മൃതി ഇറാനി പറയുന്നു, അറിയില്ല. കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന MHRDയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് സ്മൃതി ഇറാനി. ഇന്ത്യയിൽ എത്ര സംസ്ഥാനം? അറിയില്ല. BJP എത്ര സംസ്ഥാനത്ത് ഭരിക്കുന്നു? 3. 6 അന്ന് 6 സംസ്ഥാനത്താണ്. സീരിയൽ നടി മാത്രമായ ആ സ്മൃതി ഇറാനിയെ നോക്കുകുത്തിയായി RSS പുതിയ ഒരു തലമുറയെ ജഗദ്ഗുരു എന്ന് വിളിക്കുന്ന, BJP വിളിക്കുന്ന, യുവഭാരതം എന്ന് മോദി വിശേഷിപ്പിക്കുന്ന ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുന്നു ബോധപൂർവം. സ്മൃതി ഇറാനി വെറും സ്മൃതി ഇറാനിയല്ല, സാക്ഷാൽ മനുസ്മൃതി ഇറാനിയാണ് എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. രാജ്യം ഇവിടേക്ക് എത്തി നിൽക്കുമ്പോ CPM-കാരാ നിന്റെ മുഖ്യ ശത്രു ആര്? പറയണം. ഞാൻ ചുരുക്കുന്നു, നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. 4ാമതാണ്. ബംഗാളിൽ 35 വർഷം ഭരിച്ച ബംഗാളിൽ 4ാം സ്ഥാനത്താണ്. നിങ്ങൾ പറയുന്നു കോൺഗ്രസുമായി സഖ്യമാകാം. സീതാറാം യെച്ചൂരിയാണ് പറയുന്നത് കോൺഗ്രസുമായി സഖ്യമാകാം, ഇല്ലേ? സീതാറാം യെച്ചൂരിയാണ് പറയുന്നത് കോൺഗ്രസുമായി സഖ്യമാകാം. പശ്ചിമ ബംഗാളിലെ നേതാക്കന്മാരാണ് പറയുന്നത് കോൺഗ്രസുമായി സഖ്യമാകാം. അപ്പോഴും പിണറായി വിജയന്, കോടിയേരി ബാലകൃഷ്ണന് നവ ഉദാരവൽക്കരണത്തിന്റെ പാർട്ടിയാണ് കോൺഗ്രസ്. ഇവരോ? ഞാൻ ചോദിക്കുന്നു, രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു തൊഴിലാളി വർഗത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ CPM-ന് കഴിയുന്നുണ്ടോ? രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു കർഷക മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ CPM-ന് കഴിയുന്നുണ്ടോ? രാജ്യത്തെ കർഷകരുടെ പ്രശ്നം ഉയർത്തിപ്പിടിക്കുന്ന ആരാണ്? കർഷക കുടിലിൽ അന്തി ഉറങ്ങുന്നത് രാഹുൽ ഗാന്ധിയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിൽ വരുന്നത് രാഹുൽ ഗാന്ധിയാണ്. പാവപ്പെട്ട അഖിലാഖിന്റെ വീട് സന്ദർശിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ആ കോൺഗ്രസ് ആണ് ഇപ്പോഴും നിങ്ങൾക്ക് മുഖ്യ ശത്രു. ലളിതമാണ് ഉത്തരം, ലളിതമാണ് ഉത്തരം. കേരളത്തിൽ ഒരു അധികാര കൈമാറ്റം നടന്നു. CPM-ൽ പിണറായി വിജയന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി. എന്നിട്ടോ കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൽ CPM-നെ നയിക്കുന്നു. 10 പിണറായിമാർ ഒരുമിച്ചാലുണ്ടാകുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് ഇന്ന് CPM-നെ നയിക്കുന്നത്.
നിങ്ങൾ അറിയുമോ എന്താണ് കോൺഗ്രസ് ശത്രു എന്ന് പറയാൻ കാരണം? ലാവ്ലിൻ കേസ്, ഉമ്മൻചാണ്ടിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന CPM ഓർക്കണം, ലാവ്ലിൻ കേസ് വീണ്ടും കോടതി നടപടികളിലാണ്. ലാവ്ലിൻ കേസിൽ വെറുതെ വിട്ടു എന്ന ഒരു പ്രചരണം നടക്കുന്നുണ്ടല്ലോ, അത് വെറുതെ വിടുന്നതിന് പിണറായി വിജയൻ കേരളത്തിന്റെ CBI കോടതിയിൽ ഒരു വിടുതൽ ഹർജി നൽകി. ആ വിടുതൽ ഹർജിയിൽ അദ്ദേഹം അതിന് കാരണം പറഞ്ഞത്, ഈ കേസ് എന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും, ഈ കേസ് എന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. പറഞ്ഞത് DYFയുടെ നേതാവ് സ്വരാജ് അല്ല, പറഞ്ഞത് MP രാജേഷ് MP അല്ല, പറഞ്ഞത് ശ്രീരാമകൃഷ്ണൻ MLA അല്ല. 1944 ജനിച്ച 72 വയസ്സ് പിന്നിട്ട പിണറായി വിജയനാണ് പറഞ്ഞത്, ഈ കേസ് എന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. പിണറായി വിജയൻ പറഞ്ഞത് ഈ കേസ് എന്റെ രാഷ്ട്രീയ ഭാവിയെ മാറ്റുമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുക എന്നതാണ്. ആ മുഖ്യമന്ത്രി മോഹം പിണറായി വിജയൻ കാലങ്ങളായി കൊണ്ടു നടക്കുന്ന മോഹമാണ്. അതിനാണ് അച്യുതാനന്ദനുമായി ഗ്രൂപ്പ് കളിക്കുന്നത്, അതിനാണ് അച്യുതാനന്ദനെ മാറ്റി നിർത്തിയത്, അതിനാണ് കോടിയേരി ബാലകൃഷ്ണനെ പാർട്ടിയുടെ സെക്രട്ടറി ആക്കിയത്, അതിനാണ് പിണറായി വിജയൻ കേരളത്തിൽ യാത്ര നടത്തുന്നത്. വളരെ ലളിതമാണ് ഉത്തരം. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയും. കോൺഗ്രസിനെ ശത്രുവായി കണ്ട് BJPയെ പ്രതിരോധിക്കുന്നതിന് പകരം രാഷ്ട്രീയത്തിൽ പിന്നാമ്പുറ ഏർപ്പാടുകൾ നടത്തുന്ന പിണറായി വിജയൻ, ആ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി മോഹം ശവപ്പെട്ടിയിലെടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് ഉണർത്തിക്കൊണ്ട്, പ്രിയമുള്ളവരെ, ജനാധിപത്യ കേരളം നെഞ്ചേറ്റുന്ന ഈ ഐക്യജനാധിപത്യ മുന്നണി, ജനാധിപത്യ കേരളം ഹൃദയത്തിലേറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, 10 പിണറായിമാർ ഒരുമിച്ച് തുലാഭാരം നടത്തുമ്പോൾ ഒരു തട്ടിലിരുന്നാലും ഒരു ഉമ്മൻചാണ്ടിയെ ഒരു തട്ടിലിരുത്തിയാൽ ആ തട്ട് താന്നിരിക്കുമെന്നത് ഒരു സത്യമാണെങ്കിൽ നമ്മുടേതാണ് വീണ്ടും വീണ്ടും ഭാവി കേരളമെന്ന ഓർമ്മപ്പെടുത്തലാണ് കേരളം ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ വളരെ താല്പര്യത്തോടെ ഒട്ടും ക്ഷീണിതരാകാതെ, ഒട്ടും വിശ്രമിക്കാതെ അഹോരാത്രം പണിപ്പെട്ട് നമ്മുടെ കേരളത്തെ സംരക്ഷിക്കുന്നതിന്, ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ പിന്തിരിപ്പൻ നയങ്ങളിലേക്ക് കേരളത്തെ വിട്ടുകൊടുക്കാതിരിക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് വർഗീയതയുടെ ഒരു തീനാളവും ഈ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ, മത ഐക്യം എല്ലാ കാലത്തും കേരളത്തിൽ പുലർന്നു കാണാൻ, മാസം കാണൽ ഒരുമിച്ച് കാണുന്ന ഹിന്ദുവിന്റെയും മുസൽമാന്റെയും പാരമ്പര്യം, പുരകെട്ടൽ ആഘോഷമാക്കുന്ന ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രൈസ്തവന്റെയും പഴയവ മാതൃക, കേരളത്തിന്റെ മഹത്തായ സംസ്കാരം, കല്യാണങ്ങൾ ഉത്സവമാക്കുന്ന, മതജാതി ഭേദമില്ലാതെ പങ്കെടുക്കുന്ന നമ്മുടെ സാഹോദര്യത്തിന്റെ കേരളം, അത് വീണ്ടെടുക്കാനാണ് മുസ്ലിം ലീഗ് ഈ ജാഥ നടത്തുന്നത്.